നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. കോൺഗ്രസിനുള്ളിലെ പരമ്പരാഗത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അപ്പുറം പ്രായോഗിക രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തമിഴ്നാട്, കേരളം, കർണാടക എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളാണ് ഇതിന് സൂചനയായി പാർട്ടി വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ 5 ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ 3 കോൺഗ്രസുകാരാണ്. കർണാടകയിൽ മുഖ്യമന്ത്രി സിദ്ധാരാമയ്ക്ക് പകരം ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ പദവിയിലെത്തുന്ന നേതൃമാറ്റം ശ്രദ്ധേയമാണ്. നിലവിൽ കോൺഗ്രസ് ഭരണത്തിലുള്ളതോ ഭരണസഖ്യത്തിന്റെ ഭാഗമായതോ ആയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ സ്വാധീനം നിലനിർത്താൻ ഹൈക്കമാൻഡ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. വരാനിരിക്കുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ എന്നാണ് സൂചന. DMK സഖ്യത്തെ ആശ്രയിക്കുന്നതിന് പകരം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ധാരണകൾക്കും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. സഖ്യമറ്റാത്ത ചില മുതിർന്ന നേതാക്കൾ എതിർത്തുവെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണമെന്ന നിലപാടിലായിരുന്നു അദ്ദേഹം. മൂത്ത സഹോദരൻ എന്ന് വിളിച്ചിട്ടും സ്റ്റാലിനുമായി വേദി പങ്കിടുന്നതിൽ രാഹുൽ താൽപ്പര്യം പ്രകടിപ്പിക്കാതിരുന്നത് ചർച്ചയായിരുന്നു. അതിനാലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം സ്റ്റാലിനെ നിഷ്കരുണം തഴഞ്ഞ് അവസരം മുതലെടുത്ത് വിജയ്ക്ക് പിന്തുണ നൽകി മന്ത്രിസഭയിൽ ചേർന്നത്. മുഖ്യമന്ത്രിയായി മുന്നിലുണ്ടായിരുന്ന KC വേണുഗോപാലിൽ നിന്നും VD സതീശനിലേക്കുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് മാറ്റം തന്ത്രപരമായിരുന്നു. എല്ലാ തരത്തിലുമുള്ള തലമുറ മാറ്റം ഇതിലൂടെ വ്യക്തമായി. MLA-മാരുടെ പിന്തുണയിൽ കുറവുണ്ടായിട്ടും ഡൽഹി കേന്ദ്രീകൃതമായ സമവാക്യങ്ങൾക്കപ്പുറം പ്രാദേശിക നേതൃത്വത്തിന് മുൻഗണന നൽകുന്നു എന്നാണ് രാഹുലിന്റെ അവസാന തീരുമാനം തെളിയിക്കുന്നത്. കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ അടുപ്പം മാനദണ്ഡമാവുന്നില്ല എന്നും രാഹുൽ തെളിയിച്ചു കഴിഞ്ഞു. 3 വർഷം പിന്നിട്ടപ്പോഴത്തെ നേതൃമാറ്റം സമാനമായ ദീർഘകാല രാഷ്ട്രീയ കണക്കുകൂട്ടലിന്റെ ഭാഗമാണ്. സിദ്ധാരാമയ്യയുടെ ജനപിന്തുണ അംഗീകരിക്കുമ്പോൾ തന്നെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റം വേണമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ 2023 DK ശിവകുമാറിന് നൽകിയ വാഗ്ദാനം പാലിക്കുക എന്നതും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. പരമ്പരാഗതമായ ഒത്തുതീർപ്പ് ശൈലിയിൽ നിന്ന് മാറി വിജയസാധ്യതകൾക്കും കൃത്യമായ തന്ത്രങ്ങൾക്കും രാഹുൽ ഗാന്ധി മുൻഗണന നൽകുന്നതായാണ് ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിനിപ്പോൾ അയാളെ വലിയ വിശ്വാസമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.